നമസ്കാരം. എല്ലാവരുടെയും മെസ്സേജൊക്കെ കണ്ട് നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ സന്തോഷമായെന്ന് മനസ്സിലായി. അപ്പം മോനില്ലായിരുന്നു ഇവിടെ കൊണ്ടുവന്നപ്പം ഇയാൾ വന്ന ഉടനെയുള്ള സന്തോഷ പ്രകടനങ്ങളാണ് നമുക്ക്. ദേഹത്തിൽ ആടി കയറും, തുണി അഴുക്കാവുമെന്നും പറഞ്ഞ് ഇയാൾ ദൂരേക്കുന്നു. കൈയൊക്കെ കൊടുക്കുന്നുണ്ട്, ഷെയ്ക്കാൻ ചോദിക്കുമ്പോൾ ഷെയ്ക്കാനൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവനെ കണ്ടപ്പോൾ ചിരിക്കുന്നുണ്ട്, ചെവിയൊക്കെ പുറന്നോട്ടിട്ടിട്ട് ഭയങ്കര സന്തോഷമായി. വെള്ളയ്ക്ക് ഭയങ്കര സന്തോഷമായി. ഇനിയിപ്പോൾ കളിക്കാമല്ലോ. ഓട്ടമായിരുന്നു, ഓടിത്തളർന്നു വന്നിരിക്കുക. കൂട്ടിൻ്റെ ഇവിടെ കെട്ടിയിടാമെങ്കിൽ അകത്തോട്ടും പുറത്തോട്ടും കയറാൻ കുഴപ്പമില്ല. ചിരിയും സന്തോഷമൊക്കെ ഉണ്ട്. പുറന്നോട്ട് ചെവി പിടിച്ചേക്കുന്ന കണ്ടതിൻ്റെ ആ ഒരു ഇതാ. നമുക്ക് അയാൾക്കും അതേപോലെ തന്നെ. ചേച്ചിയെ കൊണ്ടുവിടാൻ പോകണം, ഡ്രസ്സ് അഴുക്കാക്കരുതെന്ന് പറഞ്ഞിട്ട് അയാൾ മാറിയിരിക്കില്ല. ദേഹത്തങ്ങി അടിക്കും. ബെല്ലയുടെ ഒരു പരിപാടി അതാ. നമ്മൾ എത്ര നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നാലും അത് അഴുക്കാക്കി അവൾ വിടത്തുള്ളൂ. ദേഹത്ത് ചാടി കയറി കെട്ടിപ്പിടിക്കുന്ന പണിയാണുള്ളത്. നമുക്ക് അതിൻ്റെ കൂടെ ചാടി കളിക്കുന്ന നോക്കും. സിദ്ധാർത്ഥനെ കൊണ്ടുപോയില്ലെന്നും പറഞ്ഞൊരു പ്രശ്നമൊക്കെ നടന്നു. ബെല്ലെ വിളിക്കാൻ പോകാൻ ട്യൂഷന് പോയിരുന്നേ. ഞാൻ പറഞ്ഞ് പോയിട്ട് വന്നിട്ടേ പോകത്തുള്ളൂ. ഇയാൾ അതുകൊണ്ട് ട്യൂഷന് പോയി. ഞങ്ങളാ സമയത്ത് പോയി, ഞാനും മോളും കൂടെ പോയി വിളിച്ചോണ്ട് പോകണം. ഇന്ന് ചേച്ചിയാണ് എല്ലാവർക്കും ഫുഡ് കൊടുക്കുന്നത്. ചോറും കട്ടിയായി പോയി ഇരുന്നിട്ട്. അപ്പോൾ ഒരു ചെറിയ നനവ്, ഒരു അയഞ്ഞ ഒരു ഇതാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് തിന്നാൻ പറ്റും. ലോണ് ഭയങ്കര അതിബുദ്ധിമാനാണ് കേട്ടോ. അവന് കൊടുക്കുന്ന ചോറ് അവിടെ വെച്ചിട്ട് ഈ പിള്ളേരുടെ എല്ലാം ചോറങ്ങ് തിന്നും. തിന്നിട്ട് ലാസ്റ്റാണ് അവൻ്റെ തിന്നുന്നത്. വല്ല ഇവിടെ കെട്ടി ഇതൊക്കെ ചോറ് കൊണ്ടൊന്ന് കൂട്ടിനകത്ത് വെച്ച് കൊടുക്കും. ഇനിയിപ്പോൾ കഴിക്കത്തൊന്നുമില്ല, കാരണം ഒരുപാട് ടൂളും ബിസ്ക്കറ്റ്, അവരുടെ ബിസ്ക്കറ്റൊക്കെ ഉണ്ടായിരുന്നു, ചിക്കൻ്റെ ബീഫിൻ്റെയൊക്കെ. അതും ഒക്കെ ശരിക്കും കഴിച്ചിട്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ചോറ് അവർക്ക് വേണ്ടി വരത്തില്ല. ചേച്ചി വന്നതിൻ്റെ ഒരു ഇതാ. എല്ലാവർക്കും ഒരുപാട് സാധനം കൊണ്ടുവന്ന് കൊടുത്തായിരുന്നു. അതുകൊണ്ട് ചോറ് അധികം ഇപ്പോഴേ വേണ്ട, ഇനി വൈകിട്ടങ്ങനെ കഴിക്കുന്നത്. ഡോൺ ഓടി നടക്കും എല്ലാ പിള്ളേരുടെ ഇടയ്ക്കുന്നു. മോള് ഇവളെ വിളിക്കാൻ വേണ്ടി വന്നതാണ്. ഇയാളിപ്പോൾ തന്നെ വൈകിട്ട് തന്നെ തിരിച്ചു പോകുന്നു. ഒരാളും കൂടെ ഇല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് പോയി വിളിച്ചോണ്ട് വരാനൊക്കെ നടക്കത്തില്ലല്ലോ. അവളെ പുറകിലിരുന്ന് പിടിച്ചുകൊണ്ടിരിക്കണ്ടേ. കാരണം അത് കയറി കിട്ടിയാൽ പിന്നെ അവളവിടെ നിൽക്കും. എന്നാലും ഒരാളില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പം ഓടി ഫ്രണ്ടിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഇതാവും. അങ്ങനെ മോള് വിളിക്കാനായിട്ട് വന്നതാണ്. അതുകൊണ്ട് അവിടെയും പോയി ഡോണ് ചെയ്യുന്ന പണിയുണ്ടാവും. ബെല്ലയുടെ ചോറ് തിന്നാൻ നോക്കുന്നു. നമ്മളിഞ്ഞ് പോരുന്ന കഴിയുമ്പോൾ ഇവനെ പിള്ളേരെ എല്ലാം പറ്റിച്ചിട്ട് ചോറ് തിന്നുന്നുണ്ടെന്ന് തോന്നുന്നു. പങ്കിയുടെ അടുക്ക അവൻ്റെ ഒരു പണിയും നടക്കത്തില്ല. പങ്കിയുടെ അടുക്കലോട്ട് അവൻ പോകത്തുമില്ല. പങ്കി കടിക്കും. ബാക്കി എല്ലാവരുടെയും ഉയർത്തി അവന് ചോറ് തിന്നാൻ പറ്റും. ബിസ്ക്കറ്റൊക്കെ തിന്നത് കൊണ്ട് അവനും വലിയ ഇതില്ല, അവിടെ കിടക്കുക. വന്ന ഉടനെ ചാട്ടമായിരുന്നു. ഇവരുടെ 4 സൈഡിലും കിടന്ന് ഡോണും വെല്ലയും കൂടെ ഓട്ടമായിരുന്നു. ചോറങ്ങ് അകത്ത് വെച്ച് കൊടുക്കാൻ ചട്ടിക്കളയത്തില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ തട്ടിക്കളഞ്ഞ. ഡോൺ ആ ഓടിയൻ്റെ ക്ഷീണം കൊണ്ട് നാക്കും വെളിയിലിട്ടുകൊണ്ട് കിടക്കുന്നു. അപ്പോൾ അവർക്ക് മറ്റേ കുത്തുപോലെ ടൈപ്പൊക്കെ കൊണ്ടുവന്നത് എന്തേലും ചോദിച്ച് മോട്ടൻ സിദ്ധാർത്ഥ് നോക്കുക.
അയാൾ കണ്ടില്ലല്ലോ രാവിലെ അവർക്ക് കൊണ്ടുവന്ന ഫുഡൊന്നും. ചൂടായതുകൊണ്ടാന്ന് തോന്നുന്നു വെല്ലം താഴെ ഇറങ്ങി അവിടെ കയ്യെ തന്നെ തലയും വെച്ച് കിടക്കുന്നു. മണ്ണിലൊന്നും അല്ല തല വെക്കുന്നു. അപ്പോൾ എല്ലാവരും മെസ്സേജൊക്കെ ഞാൻ കണ്ട്. ശരിയാണ്, നിങ്ങൾ പല ആൾക്കാരും പറഞ്ഞ് വെല്ലെ കൊണ്ടുവരാൻ പറഞ്ഞ് ഞാൻ അതുമൊക്കെ കേട്ടിട്ടുണ്ട്, കാണുകയും ചെയ്ത്. എന്തായാലും പിള്ളേരെല്ലാം കൂടെ ഒന്നിച്ച് നിൽക്കട്ടെ. അവർ ഒന്നിച്ച് കടന്നവരല്ലേ, അവരതിന് വേറെ പിരിച്ചെന്ന് പറയണ്ട. അവർക്കും അത് വിഷമമാണ്, നമ്മുടെ പിള്ളേർക്കും അത് വിഷമമാണ്. മോനും ഒക്കെ ഇപ്പോൾ ലാസ്റ്റ് കാണാൻ പോയിട്ട് വന്നപ്പോൾ ഭയങ്കര സങ്കടത്തെയാണ് വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാ അവരെ വിഷമിപ്പിക്കേണ്ട, അവർ എല്ലാവരും കൂടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. എന്തായാലും 3 പേർക്ക് നമുക്ക് ചോറ് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ ഒരാളും കൂടെ അത് വലിയ ബുദ്ധിമുട്ടല്ലല്ലോ. കൂട് വൃത്തിയാക്കുന്ന പരിപാടിയല്ലയോ അത്. നമുക്കിപ്പോൾ വെളിയിൽ അകത്തും കൂടെ ആയതുകൊണ്ട് ഇനിയിപ്പോൾ കൂട് വൃത്തിയാക്കട്ടെ. ലോണും കഴിക്കുക. ചൂടുണ്ടായിരുന്നുണ്ടായിരുന്നു. ഇന്നൊരു ദിവസം അങ്ങനെ ഇവരുടെ കൂടായിരുന്നു. വന്ന ഉടനെ എല്ലാവരും മണം പിടിക്കുന്നു, കുരയ്ക്കുന്നു, പിന്നെ ഉമ്മ കൊടുക്കുന്നു, പിന്നെ കെട്ടിപ്പിടിക്കുന്നു. സന്തോഷപ്രകടനമായിരുന്നു മൊത്തം. വെല്ലെ സ്ഥിരമായിട്ടങ്ങ് കഴിച്ചു വിടാമെങ്കിൽ ചിലപ്പോൾ കുഴപ്പമില്ലാതെ അവിടെ നിന്നേനെ. പക്ഷേ ആരെങ്കിലും ആ വഴിയെ വരുമ്പോഴേ ഇവർ 2 പേരും കൂടെ ചാടി ചെല്ലുമ്പോൾ ആൾക്കാർ പേടിച്ച് ഓടും. ഡോൺ ഒറ്റയ്ക്കാണെങ്കിൽ കുഴപ്പമില്ല, ഇവർ 2 പേരും കൂടെ ചിലപ്പോൾ മതിൽ ചാടുമെന്നൊക്കെ പേടിച്ചിട്ട് ആൾക്കാർ പരാതിയാകും. അതുകൊണ്ട് പിന്നെ വെല്ലെ ഇവിടെ കിടക്കാം. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ 4 എണ്ണവും കൂടെ ചീവീടിൻ്റെ കൂട്ടങ്ങ് ഉറക്കുമങ്ങ്. ആ പരിസരത്തെ ആരും വരുത്തില്ല. സിദ്ധാർത്ഥ് ഷേക്കാൻറ്റി ചോദിക്കും നോക്ക്, കൈയൊക്കെ കൊടുക്കും. ഓടി ക്ഷീണിച്ചു വന്ന് കിടക്കുക. തല പിടിച്ച് പൊക്കിയിട്ട് കൈ ഷേക്കാൻറ്റി മേടിക്കുന്നു, കൈ കൊടുക്കുന്നുണ്ട്. പറഞ്ഞാൽ കേൾക്കൊക്കെ ചെയ്യണതല്ല. എൻ്റെ അടുത്ത കൈയും കൊടുക്കുന്നു നോക്ക്. പറഞ്ഞാലൊക്കെ ഡീസൻ്റായിട്ടെല്ലാം ചെയ്യുന്നുണ്ട്. 2 കൈയൊന്നും ചോദിക്കും, 2 കൈ പൊക്കാൻ പറ്റുമോ? ഇതിന് കൈയൊക്കെ കൊടുക്കുന്നുണ്ട്. വെല്ലെ 2 മാസത്തിന് ശേഷമുള്ള ഇതല്ലേ, അതുകൊണ്ട് പരിസരമൊക്കെ നോക്കി ഇങ്ങനെ കിടക്കുക. രണ്ട് മാസം എന്തായാലും അവർ നോക്കി. നമുക്ക് അന്നേരം ഈ പറഞ്ഞ പോലെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം മാറി. ഇനിയിപ്പോൾ കുഴപ്പമില്ല, ഇനിയിപ്പോൾ അവരിവിടെ നിൽക്കട്ടെന്ന് ചോദിച്ചു. മോള് മാസത്തിൽ 1-2 പ്രാവശ്യം വന്നൊന്ന് കുളിപ്പിക്കുകയോ അടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അല്ലാതെ ബുദ്ധിമുട്ടൊന്നുമില്ല. ചാപ്പാട് കൃത്യമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. 3 പേരും കൂടെ കഴിച്ചിട്ടൊക്കെ നിരന്ന് കിടക്കണമെന്ന് പിന്നൊക്കെ. ഇവർ 3 പേരും കമ്പനി. വെല്ല ഈ ബെർലിത്തരമായിട്ട് ഡോണിന് ഇഷ്ടമേ അല്ല. വെല്ല ഡോണിൻ്റെ ഇടയ്ക്കിലോട്ട് വരുമ്പോൾ അവൻ ദൂരോട്ട് അങ്ങ് പോകുക. ഡോണും പിങ്കിയായിട്ടാണ് കമ്പനി. കാരണം അവർ 2 പേരും അടുപ്പിച്ചടുപ്പിച്ച് വന്നതായിട്ട് അവർ ഭയങ്കര കമ്പനിക്കാരാണ്. പങ്കിക്ക് ഇങ്ങനെ പ്രായത്തിലുള്ള 10 വയസ്സുള്ള പങ്കിക്ക് കണ്ടാൽ പറയത്തില്ലെങ്കിൽ 10 വയസ്സുണ്ട് അവൾക്ക്. അവളിത്രയേ ഉള്ളൂ, നന്നാകത്തൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. വേണ്ട, സിദ്ധാർത്ഥിൻ്റെ കൂടെ ഡാൻസ് കളിക്കാൻ നിൽക്കുന്നുണ്ട് പിങ്കി. അതിന് എന്തിനു വേണേലും നിന്ന് കൊടുക്കും. പങ്കി ഒഴിച്ച് ബാക്കി എല്ലാവരും എന്തിനു വേണേലും നിന്ന് കൊടുക്കും. പക്ഷെ പങ്കി ഒരു പ്രത്യേക ടൈപ്പാണ്. അതുകൊണ്ട് സിദ്ധാർത്ഥ അതോടെ കളിക്കാനും പോകത്തില്ല.
പങ്കിയൻ അടുപ്പിക്കാൻ പറ്റത്തില്ലെന്നുള്ളത് കൊണ്ട് കടിച്ചിട്ടുണ്ട് കുഞ്ഞിന് 2 വട്ടം. അതുകൊണ്ടാണ് അവനങ്ങോട്ട് പോകാത്തത്. ഇനി എന്തെങ്കിലും കൂടെ പന്ത് കളി തുടങ്ങി കേട്ടോ. ഇയാൾ പന്തടിച്ചു വരുമ്പോൾ പോയി എടുത്തോണ്ട് കൊടുക്കുന്നതാണ്. വെള്ളയ്ക്ക് ഇനി കളിക്കാൻ ആളുണ്ട്. സ്കൂൾ പഠിത്തമില്ലാത്ത ദിവസങ്ങളിലൊക്കെ വന്ന് കളിക്കട്ടെ. സിദ്ധാർത്ഥിന് ഇപ്പോഴാണ് സന്തോഷമായത്. അയാളുടെ മുഖത്തും അതിൻ്റെ ആ ഒരു സന്തോഷമുണ്ട്. പന്തെടുത്തോണ്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഇരിക്കുന്നു. അപ്പം അത് ഇവർ 2 പേരും കയ്യിൽ നിന്ന് ലോൺ അടിച്ചുകൊണ്ട് പോകുമ്പോൾ അത് കാലുകൊണ്ട് തട്ടിയിട്ട് കൊടുത്തുണ്ടോ തടഞ്ഞു വെച്ച് കളിക്കുന്നതാ. തട്ടി അങ്ങോട്ടൊക്കെ ഇട്ട് കൊടുക്കും, കടിച്ചെടുത്തോണ്ട് വരും. പറയുന്നതൊക്കെ കേൾക്കുന്നേ ലോണിനേക്കാളും നല്ലപോലെ പറഞ്ഞാൽ കേൾക്കുന്ന വല്ലയാണ്. ലോണ് കഴിഞ്ഞ ഡീസൻ്റ് ഇങ്ങോട്ട് വിളിച്ചാൽ അവൻ അങ്ങോട്ട് അങ്ങ് പോകും. അത് അവൻ്റെ ഇത് പന്ത് ഇപ്പം മേടിച്ചോണ്ടങ്ങ് പോകുന്നത്. അവൻ തന്നെ പന്ത് മേടിച്ചോണ്ടങ്ങ് പോകുന്നത്. നീയൊക്കെ ഇനി ഇത് കളിക്കുന്ന എനിക്കൊന്ന് കാട്ടാന്ന് പറഞ്ഞ് അവനെ കൊണ്ടുപോയത്. ഡോൺ അവൻ്റെ കൂടെ അത് കേട്ടോ. ബെല്ല ഇപ്പുറത്താണ്. അതുകൊണ്ട് ചോറിക്കാൻ പോകും. അവനിടയ്ക്കൊക്കെ വന്ന് അതിനകത്ത് കയറി കിടക്കുന്നതാണ്. ബെല്ലയ്ക്ക് കുത്തുപോലെ കൊടുത്തു. ചിക്കൻ്റെ അത് അവർക്കുള്ള ഭയങ്കര കട്ടിയാണ്. പല്ലിന് നല്ല ബലം വെക്കുന്ന രീതിയിലുള്ള ഇതാ. സിദ്ധാർത്ഥ് കയറി വല്യയുടെ കൂട്ടിൽ പന്തെടുക്കാൻ കയറിയാണ്. പന്തങ്ങിട്ട് കൊടുത്ത സിദ്ധാർത്ഥ് അല്ലേ. പിങ്കിയെ നോക്കിയേ, 2 കൈ കൊണ്ട് പിടിച്ചിട്ടാണ് കുത്തുപോലെ തിന്നുന്നത്. 2 കൈ കൊണ്ട് പിടിച്ചുകൊണ്ട് ശകലം വീതം നമ്മളൊക്കെ എങ്ങനെയാണോ തിന്നുന്നത് അതേപോലെ 2 കൈ കൊണ്ട് പിടിച്ചിട്ട് ശകലം വീതം കറുമുറാന്ന് കടിച്ചു കൊടുത്ത് തിന്നുക. പങ്കി അതേപോലെ 2 കൈ കൊണ്ട് തന്നെ പിടിച്ചിട്ടായി തിന്നുന്നത്. ലോണ് പക്ഷെ താഴെ ഇട്ട് കടിച്ചു പൊട്ടിച്ച് തിന്നു. മോള് മേടിച്ചോണ്ട് വന്ന ചിക്കൻ്റെ ഏതാ അതുകൊണ്ട് കടി കിട്ടുന്നില്ല കേട്ടോ. അവന് വേണ്ട കൈയുടെ ഇടയിൽ വെച്ച് കടിക്കാനുള്ള പരിപാടി. ഇതൊക്കെ ഇട്ട് കൊടുത്താൽ അവരങ്ങ് കിടന്നോളൂ. വെല്ലയ്ക്ക് കൊടുത്താൽ തിന്നിട്ട് ഡീസൻ്റായിട്ട് കിടക്കുന്നു. സിദ്ധാർത്ഥ കളിക്കാൻ പോയേക്കും. പന്തടിച്ച് വിട്ട് എടുക്കാനെന്നും പറഞ്ഞ അവളിപ്പോൾ വന്നതല്ല. വന്നതിൻ്റെ ആ ഒരു മൂഡില ഇങ്ങനെ കിടക്കുക. ഇനിയിപ്പോൾ ആക്റ്റീവായി വരണമെങ്കിൽ സമയമെടുക്കും. ഇനിയിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതിൻ്റെ ആ ഒരു ഇത് കാണുന്നുണ്ട്. അതൊന്ന് മാറി വരണമെങ്കിൽ 2 ദിവസം എടുക്കും. അവിടെ ഫുൾ ടൈം പെരക്കകത്ത് കിടക്കണമെന്നേ. രണ്ടത് നോക്കി പിങ്കി 2 കൈ കൊണ്ട് അടുപ്പിച്ച് പിടിച്ചുകൊണ്ട് നമ്മളൊക്കെ തിന്നുന്നത് എങ്ങനെയാണോ അതേപോലെ തിന്നുന്ന നോക്കും. കടിച്ചാലൊന്നും പൊട്ടത്തൊന്നും ഇല്ല. കടിച്ച് വരയ്ക്കുന്നതാ. ആദ്യം കൊടുത്തപ്പോൾ ഇന്ന് കമ്പോ കോലമാണെന്നും പറഞ്ഞ് ആരും തിന്നില്ല. പിന്നെ ഇച്ചിരി ഒടിച്ചൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ അതിൻ്റെ മണമൊക്കെ വന്നപ്പോഴാണ് അതിൻ്റെ പങ്കിയുടെയും പണിയുണ്ടോ 2 കൈയുടെ ഇടയിൽ വെച്ച് പിടിച്ചുകൊണ്ട് ഈ സെറ്റായിട്ട് തിന്നു. ഭയങ്കര ബുദ്ധിയാണ്. 2 കൈ കൊണ്ട് താത്തി പിടിച്ചുകൊണ്ടാണ് തിന്നുന്നത്. ലോണ് പിന്നെ അവിടെ എല്ലാം കടിച്ചു പറിച്ചിട്ട്
എന്തോ കൊടുത്താലും ഡോണിന് കൂടുതലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് വിശേഷങ്ങൾ. ഇതെല്ലാം മോളെ തിരിച്ചു കൊണ്ടുപോകാമെന്ന് എല്ലാവരും പറഞ്ഞ് നമ്മൾ തിരിച്ചു കൊണ്ടുവന്ന്. നമ്മൾ പറഞ്ഞത് ഒരു കാരണം, പിന്നെ നമുക്കൊരു ഇതുണ്ടായിരുന്നു, പിള്ളേർ രണ്ടുപേരും അവളെ തിരിച്ചു കൊണ്ടുവരണം. അവിടെ പോയി കഴിയുമ്പോഴേ പോയിട്ട് തിരിച്ചു വരുമ്പം അവർക്ക് ഭയങ്കര വിഷമവും. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പിള്ളേർ പിടിച്ചുകൊണ്ട് നിന്ന ആളിനെ വെല്ലെ അവരങ്ങ് പിടിച്ചു മേടിച്ചുകൊണ്ട് പോയി. അത് ഇവർക്കൊക്കെ ഭയങ്കര വിഷമമായി. ഇവർ കളിപ്പിച്ചുകൊണ്ട് നിന്ന കൂട്ടത്തിൽ അവർ പിടിച്ചു മേടിച്ചപ്പോൾ ഇവർക്കതൊരു വിഷമമായി. അപ്പോൾ പിന്നെ അതും കൂടെ ഒരു ഇതുണ്ട്, അതുകൊണ്ട് തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു. ബായ്.